സാഞ്ചേട്ടാ ഇപ്പോ അമ്പലപ്പറമ്പിൽ നേരത്തെ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് തിരക്കായിരിക്കും പ്രോഗ്രാം. ഇപ്പൊ ഒരു ദിവസം 2-3 പരിപാടി ഉണ്ടാവും. അപ്പൊ ചില സ്ഥലങ്ങളില് ലേറ്റ് ആയി എത്തുമ്പോ അത്രയും തിരക്കുള്ള ഒരു നടനില്ല. ഒരു പരിപാടി ഉണ്ട്. വല്ല ഓണത്തിനും ക്രിസ്മസിനൊക്കെ ഈ 2 പരിപാടി കളിച്ചതിന്റെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഇതൊക്കെ 2-3 വെറുതെ പറഞ്ഞു. 2-3 ദിവസമൊക്കെ ഓടിയിട്ടുണ്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോ അങ്ങനെ ലേറ്റ് ആയി എത്തുമ്പോ കമ്മിറ്റിക്കാരുടെ മധുര പ്രതികരണം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വല്ല പ്രതികരണങ്ങളും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? കമ്മിറ്റിക്കാരെ ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു വേദി തന്നെ വളരെ കുറവാണ്. പക്ഷെ കളിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. നമ്മൾ ഒരു 9 മണി 9:30 എന്ന് പറഞ്ഞാലൊന്നും അമ്പലപ്പറമ്പിലൊന്നും തുടങ്ങാൻ പോകുന്നില്ല. ആളൊക്കെ വന്ന് അവരൊക്കെ നമ്മളോടൊരു തീരുമാനം പറയുമ്പോൾ നമുക്ക് സെക്കൻഡ് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ നമുക്ക് അരമണിക്കൂർ വൈകിയാൽ അടുത്ത സ്ഥലത്തേക്ക് ഓടിയെത്തണതിന്റെ ടെൻഷനാണ്. അന്ന് നാടകം അങ്ങനെയാണ്. ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് സ്ഥലത്ത് വരും. ആ സെക്കൻഡ് സ്ഥലത്ത് കഴിഞ്ഞിട്ട് അവർ തേർഡിലേക്ക് പോകുമ്പോൾ നമ്മൾ സെക്കൻഡ് സ്ഥലത്തേക്ക് കളിക്കാൻ ചെല്ലും. നമ്മളപ്പോൾ അന്ന് കൊല്ലം ഭാഗത്തൊരു സ്ഥലത്താണ് എനിക്ക് പ്രോഗ്രാം. സെക്കൻഡ് കല്ലുവാതുക്കല. അപ്പോൾ ഈ 9:30 തുടങ്ങുമെന്ന് കരുതിയിട്ടാണ് ഞാൻ 1 മണിക്ക് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞ് കർട്ടനും കൊണ്ടേ കെട്ടിയിട്ടിട്ട് പോന്നേക്കണേ. ഇവിടെ തുടങ്ങിയത് 11:30. എൻ്റെ ഉള്ളിൽ ഞാൻ അപ്പോൾ അവിടെ നാടകക്കാരൻ ഞങ്ങളെത്തുമെന്ന് പറഞ്ഞ് കളിച്ചിട്ട് പോയി. ഞാൻ 3 മണിക്കാണ് അവിടെ ചെല്ലണത്. പിന്നെ ഒന്നും പലതരം വാക്കുകളാണ്, ABCD ചേർത്തുള്ള വാക്കുകൾ, ഭയങ്കര പ്രശ്നങ്ങൾ, അടിക്കും തല്ലും, വണ്ടിക്കെട്ടടിക്കും, ടയർ കുത്തിപ്പൊട്ടിക്കും. ജനങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, എന്തോ നമ്മൾ അപരാധം. സംഗതി നമ്മൾ താമസിച്ചു പോയി, മനഃപൂർവ്വമല്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി, കാര്യം എൻ്റെ 5ാമത്തെ വർഷമാണ് അവിടെ, ഞാൻ അതിൻ്റെ ഇടയിൽ കൂടി നേരെ ചെന്നിട്ട് ആ മൈക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ് 5 വർഷം കളിച്ചു, 6ാമത്തെ വർഷമാണ്, ഞങ്ങളെ വിശ്വസിച്ചാണ് നിങ്ങൾ ബുക്ക് ചെയ്തത്, എന്നടുത്ത് പരിപാടി തുടങ്ങാൻ താമസിച്ചു പോയി. ഇത്തവണത്തെ കളി ഫ്രീ ആണ്, ഞങ്ങൾ ഫ്രീ ആയിട്ട് കളിച്ചിട്ട് പോകാൻ പോവുക എന്ന് പറയലും, ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി തുടങ്ങിയാൽ മതി, ആൾക്കാർ അവിടെ നിൽക്കണേ നിൽക്കട്ടെ. സാധനോടാ പറഞ്ഞത്, ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങിയാൽ മതി, അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇവിടെ ഇട്ട്. അത്രേ ഉള്ളൂ. ആ സാധനം പിന്നെ ഞാൻ കാണുന്ന സീൻ 6:15 നമ്മൾ കളിച്ച് തീരണേ. ഇവരിങ്ങനെ പല്ലൊക്കെ തേച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കോട്ടവായൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കണേ. അപ്പോഴും കാശ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയല്ല. പിന്നെ എൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞ് അത് കിട്ടിയാൽ അത്ര നല്ലതാണ്, ഇത്രയും പേരെ പിരിച്ചുവിടണ്ടേ. ഞാൻ ആ വർഷം മുഴുവൻ കളിച്ചാലും ഇത് പിരിച്ചുവിടൽ നടക്കൂല. അങ്ങനെ പേടിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് 6:30 അല്ലേ, ദോശ പറഞ്ഞിട്ടുണ്ട്, ചട്നിയും കൂടി കൂട്ടി കഴിച്ചിട്ട് പോയാൽ മതി. ഇപ്പം ഞാൻ വിചാരിച്ചു ദോശയിൽ പിള്ളേരെല്ലാവരും പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു, ആ തല്ലുകൊണ്ടാ പോരായിരുന്ന. ഞാൻ പറഞ്ഞ ആ സമയത്ത് പറഞ്ഞും പോയി, കാര്യമില്ല പെട്ടെ, കളി നല്ല അഭിപ്രായമില്ല പറയുന്നത്. ഞാനെന്നാ കയറിക്കോട്ടെ പ്രസിഡന്റെ, പൈസ മേടിച്ചിട്ട് പോ, പൈസ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ, ഇത്തവണത്തെ സംഭാവനയൊന്നും കൊടുക്കണ്ട, നന്നായിരുന്നു. ആ സമയത്ത് തോന്നിയ ബുദ്ധിയാ. മറിച്ച് കളിയും കൂടി പൊളിഞ്ഞാലുണ്ടല്ലോ. സാഞ്ചേട്ടൻ ഇതൊന്നും അല്ലാതെ ഒരു ഓഡിറ്റോറിയത്തിൽ ഷോ കഴിഞ്ഞ് നിൽക്കുക. സാഞ്ചേട്ടൻ ഓഡിറ്റോറിയത്തിൽ ഷോ കഴിക്കുമ്പോൾ ഓഡിറ്റോറിയത്തിന്റെ ചുമരിൽ എക്കോ വരാതിരിക്കാൻ ഇങ്ങനെ പെരിപെരിപെരാന്നാക്കി വെക്കുമല്ലോ ഓഡിറ്റോറിയത്തിന്റെ ചുമര്. അതിന്റെ അടുത്ത് ഷോ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് സാഞ്ചേട്ടൻ ഇങ്ങനെ ഷേക്കാൻ എടുത്തിട്ട്, മനസ്സിലായോ? സാഞ്ചേട്ടൻ ഇല്ല. ഓർത്ത് നോക്ക്, ഇല്ല. നോർത്ത് നോക്ക്, ഇല്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. അപ്പൊ സാഞ്ചേട്ടൻ എന്ന് പറഞ്ഞു, ഇനി എന്നെ കാണുമ്പോൾ ഓർക്കുവോ ഇത് പറഞ്ഞ ആളാണെന്നുള്ള നിലയിൽ? സാഞ്ചേട്ടൻ ഇല്ല, അങ്ങനെ ഓർക്കുമല്ലോ. ഇതിപ്പോ നമ്മളോട് ഓരോ ഷോ കഴിയുമ്പോൾ എത്ര പേര് വന്ന് സംസാരിക്കുന്നു, അങ്ങനെ സംസാരിക്കുന്നവരെല്ലാം ഓർത്തിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. നിങ്ങളെ നമ്മൾ മറക്കാത്ത രീതിയിൽ, നിങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ ഓർക്കാൻ പറ്റുള്ളൂ, അല്ലേ? ആ കൈ പിടിച്ച ഭിത്തിയിൽ ഒരൊറ്റ വരാ സാഞ്ചേട്ടന്റെ ഇവിടെ നിന്ന് തൊലിയങ്ങ് പൊളിഞ്ഞ് ചോര വരും. ആ വൈക്കൽ ഒറ്റ വരച്ചിട്ട് ഇനി മറക്കരുത് എന്നിട്ട് ഒറ്റ പോക്ക് പോയി. സാഞ്ചേട്ടൻ അല്ല, ഞാൻ നോണ പറഞ്ഞാന്ന് വിചാരിക്കും. അല്ലല്ല, സത്യം അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല സാഞ്ചേട്ടൻ അത് പരിപാടിക്ക് ശേഷമായിരുന്നോ പരിപാടിക്ക് മുമ്പായിരുന്നോ? പരിപാടിക്ക് ശേഷമേ ഉള്ളൂ. പരിപാടിയല്ല, പരിപാടി അവനും കൂടിയുള്ള പരിപാടിയാണ്. അല്ലെ എല്ലാരും സിനിമാ നടന്മാരെ അനുസരിച്ചപ്പോ ചേട്ടനല്ല ആദ്യം സച്ചിൻ ടെണ്ടുൽക്കർ അനുകരിച്ചത് അല്ലേ? അയ്യോ ആണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ അന്ന് കാസറ്റ് ഒക്കെ കാണുമ്പോ ചേട്ടൻ ആദ്യമായിട്ട് ചെയ്തത് സച്ചിൻ ടെണ്ടുൽക്കർ തന്നെയാണ്. അദ്ദേഹം അനുകരിച്ചതിന് ശേഷമാണ് നീ രണ്ടാമതാണ്. അതായിരിക്കണം. ആ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഒന്ന് കാണിക്കും. ആ സച്ചിൻ ടെണ്ടുൽക്കർ അല്ല, ഇപ്പൊ ഇച്ചിരി ചേഞ്ച് ഉണ്ടാവും. My first match, 1/16, I was losing my concentration. There was some players around to disturb me. മാത്രമല്ല പുള്ളി നന്നായിട്ട് ഹരിശ്രീ അശോകനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു സ്റ്റേജില്. ചെയ്യില്ലേ? കിടക്കട്ടെ, വെട്ടിക്കളയാമല്ലോ ഒക്കെ നല്ലാണ് കട്ട് ചെയ്തല്ലേ. എന്റെ കഥ വെട്ടാനുണ്ട്, യൂസഫിന്റെ 2 ദിവസം ലീവ് എടുത്ത് വെട്ടാനുണ്ട്.
അതെ, ചപ്പാത്തി ഞാൻ കഴിക്കൂല, ചോറാണ് തിന്നണത്. അതാണ് ഗാനാന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞത്. അത്ര മതിയില്ലേ? ഓക്കെ, താങ്ക് യു. ജോർജ് ചേട്ടനോട് ഒരു ചോദ്യം. ജോർജ് ചേട്ടാ, എന്തോ ജോർജ് ചേട്ടൻ ഈ ഫീൽഡിൽ ഒന്നില്ലെങ്കിൽ വേറെ എന്ത് പണിക്കാ പോവാ? ഒരു പണിക്ക് പോകൂല. ഒരു സെക്കൻഡ്, അതിന് ഞാൻ മറുപടി പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മറുപടി കൊടുക്കട്ടെ. ഇൻസൾട്ട് ചെയ്യരുത്. ഞാൻ മറുപടി കൊടുക്കട്ടെ. എൻ്റെ ഫാദർ ഒരു ഇലക്ട്രീഷ്യനാണ്. ശ്രമവീർ നാഷണൽ അവാർഡ് നീലൻ സജീവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ശ്രമവീർ നാഷണൽ അവാർഡ്. KO ചീക്കു എന്നാണ് എൻ്റെ ഫാദറിൻ്റെ പേര്. പിഷാരടിക്ക് അറിയാം, മിക്കവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാൻ. ഞാനും ഒരു ഇലക്ട്രീഷ്യനാണ്. ഞാൻ മോട്ടോർ വൈൻഡ് ചെയ്യും, സീലിംഗ് ഫാൻ വൈൻഡ് ചെയ്യും, ഒത്തിരി ഇലക്ട്രിക്കൽ വർക്ക് എനിക്കറിയാം. അത് ഒരു ഓക്കെ കേട്ടല്ലോ. ഈ ജോർജ് മോട്ടോർ വൈൻഡ് എന്ന് പറഞ്ഞില്ലേ, ജോർജ് മോട്ടോർ വൈൻഡ് ചെയ്ത ഒരു കഥ പറയാം. ഒരു കഥയുണ്ട്. അത് കേട്ടിട്ട് വല്ല കാര്യം. അച്ഛൻ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച പോലെയല്ല മോട്ടോർ വൈൻഡ് ചെയ്തത്. പുള്ളി വൈൻഡ് ചെയ്തപ്പോൾ തിരിച്ചായി പോയി. അതായത് കിണറ്റിൽ നിന്ന് ടാങ്കിലേക്കാണ് വെള്ളം അടിക്കേണ്ടത്. ഇത് കണക്ട് ചെയ്തപ്പോൾ ടാങ്കിലെ വെള്ളം കിണറ്റിലേക്ക് വന്നു. അതാണ് ജോർജ് വൈൻഡ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം. ഇതെല്ലാം യൂസഫ് ഉണ്ടാക്കിയ കഥകളാണ്. ഹരിശ്രീ മാർട്ടിൻ ചേട്ടൻ നാഗാലാൻഡില് ചിത്ര അധ്യാപകനായിരുന്നു. ഇപ്പോഴും അന്ന് സ്കൂളിലാണ് ചിത്രം വരച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ കാണുന്ന മതലിലും ചുമരിലും ഒക്കെ ഇരുന്ന് യൂസഫ് ഫസ്റ്റ് ജോലി AV തോമസ് കമ്പനിയിലെ മെയിൻ്റെനൻസ് അസിസ്റ്റന്റ് ആയിരുന്നു. എനിക്കറിയാൻ പറ്റാത്ത പണിയില്ല. എന്റെ വീട്ടിലെ പ്ലംബിംഗ് ചെയ്യണ ഞാനാണ്. മനസ്സിലായില്ലേ? പ്ലംബിംഗ് വിളിച്ചാലും ഞാൻ പറയാൻ കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരുമാതിരിപ്പെട്ട മിമിക്രിയിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾ എന്തും ചെയ്യും. ചേട്ടാ, നിങ്ങളുടെ ബാച്ചിന്റെ നിങ്ങൾ സജീവമായിരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്തായിരുന്നു ശരിക്കും പറഞ്ഞാല്? അന്ന് സിനിമയൊന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആലപ്പി അഷ്റഫ് സിനിമയിലോട്ട് വന്നു, അടുത്ത ആൾ സിനിമയിലോട്ട് വരുന്നു, അങ്ങനെ ജയറാം വന്നു, സിദ്ദിഖ് ലാൽ വരുന്നു. അപ്പോഴാണ് ഇതിലൂടെ സിനിമയിൽ കയറാം എന്നൊരു ചിന്ത പലർക്കും വന്നത്. പലരുടെയും ഇൻസ്പിറേഷൻ അവരെ തന്നെ ആയിരുന്നു. പ്രസാദ്, ഒരു സെക്കൻഡ്. ജയറാം കലാഭവൻ ഈ മറ്റേ സിനിമയിലേക്ക് പോയപ്പോൾ പ്രസാദ് എന്നെ വിളിക്കാൻ വന്നില്ലേ? ആ ഗ്യാപ്പിൽ എൻ്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രസാദ് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ആബലച്ചൻ എന്നെ വിളിപ്പിച്ചു. എന്നിട്ട് ആബലച്ചൻ പറഞ്ഞു, ഇവിടെ ജയറാം സിനിമയിലേക്ക് പോയി, ആ ഒരു ഗ്യാപ്പിൽ തനിക്കിവിടെ മിമിക്രി ആർട്ടിസ്റ്റായിട്ട് നിൽക്കാമോ? ഇവിടെ നിന്നിട്ടെങ്കിൽ ജയറാമിനെ പോലെ ആകാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ടച്ചോ, എനിക്ക് എന്നെ പോലെ തന്നെ ആയാൽ മതി, ജയറാമിനെ പോലെ എനിക്ക് ആകണ്ടച്ചോ എന്ന് പറഞ്ഞു. ഞാൻ ഓർക്കണ്ട, അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം വേറൊരാളെ പോലെ നമ്മളാകണ്ട. അന്ന് അച്ഛൻ പറഞ്ഞത് അങ്ങനെയെങ്കിലും ഒരാളെ പറ്റി പറയുമ്പോഴെങ്കിലും ജോർജ് നന്നാകും എന്ന് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിലേക്ക് പോലും ജോർജ് അടുത്തില്ല. നമ്മൾ ഇപ്പം കഴിഞ്ഞ കുറേ അധികം സമയം പാരഡി കാസറ്റ്, ചിരി, കോമഡി ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ ഒരു തുടക്കം, വളർച്ച, വികാസം, ഇപ്പം എവിടെ എത്തി നിൽക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ എല്ലാ കാസറ്റുകളിലും പങ്കെടുത്ത ആർട്ടിസ്റ്റുകൾ, പലരെയും അനുകരിച്ച ആർട്ടിസ്റ്റുകളൊക്കെ പറയുമെങ്കിലും ഈ ഓണത്തിനിറങ്ങുന്ന കാസറ്റുകൾ ആദ്യ ഭാഗം തൊട്ട് ആ കാസറ്റ് പൂർണ്ണമായും കാസറ്റുകൾ നിലച്ചു പോയൊരു ഭാഗം വരെയും ആ കാസറ്റുകളിലെല്ലാം മാവേലിയായി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരുന്നത്, ശബ്ദമായിട്ട് പല പല കലാകാരന്മാരാൽ അനുകരിക്കപ്പെട്ട് ശബ്ദമായിട്ട് എത്തിക്കൊണ്ടിരുന്നത് ഇന്നസെന്റ് ഏട്ടന്റെ ശബ്ദമായിരുന്നു. അദ്ദേഹം വലിയ നർമ്മം ഇഷ്ടമുള്ള, നർമ്മം ഉപജീവനമാക്കിയ ഒരാളാണ്. ഒരുപക്ഷെ ഇന്നസെന്റ് ഏട്ടൻ നമ്മളെ വിട പറഞ്ഞു പോയ ശേഷമുള്ള ആദ്യത്തെ ഒരു ഓണക്കാലം കൂടിയാണ് ഇത്, അല്ലെ? ഒറിജിനൽ ഇന്നസെന്റ് ഏട്ടൻ നമ്മളോടൊപ്പം ഇന്ന് ഈ സമയത്ത് ഇല്ല. അപ്പൊ അദ്ദേഹത്തെ ഓർക്കാൻ കൂടിയുള്ള ഒരു നിമിഷമാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഉള്ളവരാണ്. സലീമേട്ടന്റെ 2 കുട്ടികളെയും എഴുത്തിനിരുത്തിയത് അദ്ദേഹമാണ്. ഈ പ്രോഗ്രാമിന്റെ ആദ്യത്തെ എപ്പിസോഡും തുടർന്നുള്ള എപ്പിസോഡുകളും ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ചത് അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം ജോർജ് ചേട്ടന്റെ മോനെ എഴുത്തിനിരുത്തിയിട്ടുണ്ട്. അത് അദ്ദേഹത്തെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. നമുക്ക് ജോഷി ചേട്ടൻ ഇന്നസെന്റ് ഏട്ടന്റെ ആ 2 ശബ്ദവും ഇപ്പം നമുക്ക് വേണ്ടി ഒന്ന് അനുകരിക്കാം. ഇന്നസെന്റ് ഏട്ടനായി ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇന്നസെന്റ് ഏട്ടൻ്റെ ഈ ശബ്ദത്തിലൂടെയാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആളുകളെ കാണുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ ഈ ഫൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ പ്രോഗ്രാം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവരിലുള്ള സർഗവാസനകളെ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഈ പിഷാരടിയെ പോലെയുള്ള ആളുകളും സലീം കുമാറിനെ പോലെയുള്ള ദേശീയ അവാർഡ് വാങ്ങിച്ച ആളുകളൊക്കെ ഇരിക്കുമ്പോൾ
അത് പോരാതെ ഇവിടെ ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദമായി മാറിയ എൻ്റെ ശബ്ദം, അത് ഈ മാവേലി എന്ന് പറയുന്ന ശബ്ദം തന്നെ ഓണക്കാസറ്റിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് ആ കാലത്ത് വരുമാനം നേടിയ ആർട്ടിസ്റ്റ് ജോർജൊക്കെ, അത് ഇയാള് എൻ്റെ കൂടെ അമേരിക്കയ്ക്ക് വന്നിട്ടുള്ള ഒരാളാണ്. ഞാൻ നോക്കുമ്പോൾ 2 ശബ്ദം തബല, അന്നത്തെ തബല ഇപ്പോഴും പൊട്ടാതെ സൂക്ഷിക്കുന്ന ഒരാളാണ് ജോർജ്. ഈ ആളുകളെ ഇപ്പോഴും ഞാൻ മരിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും കുറേ സിനിമകൾ കണ്ട് ആളുകൾ ഇപ്പോഴും ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ഓർക്കുന്നതിൽ ഞാൻ വലിയ കിതറത്തനാണ്. നന്ദി, നമസ്കാരം. എന്താടോ കുറെ നേരം താൻ ഇവിടെ കിടന്നിട്ട് മാവിലിത്തമ്പുരാന്ന് പറയുന്നു. ഇങ്ങനെ പാതാളത്തിൽ കിടന്നുറങ്ങിയാ മതിയോ? ഓണമായില്ലേ, കേരളത്തിലോട്ട് പോകണ്ടേ? ഓണം താൻ എന്നെ ഓർമ്മിപ്പിക്കില്ലടോ. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ ഓണത്തിന് പോയപ്പോ ഞാൻ മറ്റു സാധനം ഇല്ലാതെ വന്നേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മാവേലി തമ്പുരാനെ. ചവിട്ടി താത്തിയപ്പോ വാക്ക് പറഞ്ഞതല്ലേ, വർഷത്തിൽ 10 തവണ കേരളത്തിൽ പോയി ജനങ്ങളെ 10 തവണ ഇപ്പൊ തന്നെ ഞാൻ പോയി 10 അല്ല 15 തവണ പോയി വന്നാലും ഇവിടെ ഈ കേരളം നന്നാവില്ലടോ. ഞാനും സ്റ്റേജിലെ തുടക്കകാലം മുതൽ അനുകരിച്ചു വരുന്ന ആളാണ്. രൂപം കൊണ്ട് എനിക്ക് തോന്നുന്നത് ആ നേരത്തെ ഒരു ഫോട്ടോ ഇട്ടപ്പോഴേ കറക്റ്റ്. എനിക്ക് സത്യം പറയാമെങ്കിൽ എന്നെ ജൂനിയർ ഇന്നസെന്റ് എന്നൊക്കെ പറഞ്ഞായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ സ്റ്റേജിലൊക്കെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇന്നസെന്റിന്റെ ആ ചേഷ്ടകളൊക്കെ ഞാൻ നന്നായിട്ട് അനുകരിക്കുമായിരുന്നു. ഞാൻ അനുകരിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ അമ്മേ എന്ന് അനുകരിച്ച് തുടങ്ങുമ്പോഴേ കയ്യടി വരും. എൻ്റെ ഒരു ഫിഗർ കൊണ്ടാണ്. വോയിസ് അത്ര ഇവൻ്റെ അത്ര പെർഫെക്റ്റ് അല്ല. അപ്പൊ എന്തായാലും യൂസഫിക്ക ഇന്നസെന്റ് ഫിഗർ അല്ലെങ്കിൽ ആ സാധനം കൃത്യമായിട്ടൊന്ന് ആയിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ അനുകരിച്ചിരുന്ന ഒരു അഭിരാമി എന്നൊരു പെൺകുട്ടിയോട് പ്രേമാഭ്യർത്ഥനയുമായിട്ട് വരുന്നതായിട്ടാണ് ഞാൻ അന്ന് മുതൽ ചെയ്തുകൊണ്ടിരുന്നേക്കുന്നത്. അത് തന്നെ. എൻ്റെ അമ്മേ ദേ ഞാൻ വന്നപ്പോ സന്തോഷമെങ്കിൽ ഒന്ന് കൈയടി എൻ്റെ മക്കളെ. ഓ എവിടെ അഭിരാമി, എവിടെ അഭിരാമി? ദാ നിക്കണു. അഭിരാമി ഒന്നിങ്ങോട്ട് വന്നേ, ഒന്നിങ്ങോട്ട് വാടി. എനിക്കിപ്പോ എന്താ ഒരു കുഴപ്പം? ഗ്ലാമറില്ലേ, ഞാനൊരു പാട്ട് പാടാം. ആനച്ചന്തം ഗണപതി മേളച്ചന്തം, ആനച്ചന്തം ഗണപതി മേളച്ചന്തം, പൊട്ടും തിരിയാനി തിരി ഇന്തി ചന്തം, ഇത്തിരി ഇന്തി ചന്തം. പോട്ടെ. ഫ്ലൂട്ട് മ്യൂസിക്കിലൂടെ നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുവാനായിട്ട് വീണ്ടും എത്തുന്നു രാജേഷ് ചേർത്തല.
രാജേഷേട്ടാ മനോഹരമായി. താങ്ക് യു. ശരിക്കും ഈ ദേവലോകത്തെ ഗന്ധർവന്മാരാണ് അവിടുത്തെ മ്യൂസീഷ്യൻസ്, ഗായകർ എന്നൊക്കെ പറയില്ല. അപ്പൊ കറക്റ്റ് രാജേഷേട്ടൻ സെന്റർ വകുപ്പ് എടുത്തിട്ടുണ്ട്. ആ ഒരു കിരീടം കൂടെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗന്ധർവൻ അല്ലേ? അല്ലേ? അത് മാത്രമല്ല ഇപ്പം വേറെ കുറെ ഗന്ധർവന്മാര് സൈഡിൽ ഇരിപ്പുണ്ട് കേട്ടോ. ജുബ്ബയും മുണ്ടൊക്കെയിട്ട്, my God. നീ സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. ഈ ഹാസ്യഗന്ധർവന്മാരും ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം രാജേഷ് ഭായി, നമ്മൾക്ക് രാജേഷ് ഭായി ഇപ്പം നേരത്തെ രാജേഷ് ഭായിക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ വായിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചില ചോയ്സുകളൊക്കെ പറഞ്ഞാൽ രാജേഷ് ഭായി ഞങ്ങൾക്ക് വേണ്ടി അതൊന്ന് വായിക്കാവുന്ന അവസ്ഥയിലല്ലേ നിൽക്കുന്നത്? തീർച്ചയായിട്ടും ശ്രമിക്കും. അറിയാവുന്നതാണെങ്കിൽ വായിക്കും, ഇല്ലെങ്കിൽ ക്ഷമിക്കണം. അത് ക്ഷമിക്കുന്ന കാര്യം അല്ലേ? സലിമേട്ടൻ ക്ഷമിക്കുവോ? അത് ശ്രമിക്കില്ല. അത് ഇല്ല, അങ്ങനെ എടുക്കാറില്ല. രാജേഷേട്ടാ, നിങ്ങൾ വായിച്ചത് ഞങ്ങൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഇവരുടെ ആസ്വാദനം എങ്ങനെ ഇരുന്നു എന്ന് പറയാവോ? സത്യം പറഞ്ഞാൽ വായിക്കാൻ നേരത്ത് ഞാൻ ഭയങ്കര ടെൻഷനില്ല. കണ്ണടച്ചിരുന്ന് വായിക്കുന്നതുകൊണ്ട് ആരും നോക്കാൻ സാധിച്ചില്ല. ഇനി ടി വിയിൽ കാണുമ്പോഴേക്ക് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയണം. കാരണം അവിടെ ഒരാള് ഇങ്ങനെ പ്രതിഭ പോലെ കുറേ നേരം ഇരിപ്പുണ്ടായിരുന്നു. പാട്ടൊക്കെ ശരിക്കും രാജേഷിന്റെ ഫുൾ ലുക്ക് ഞങ്ങളുടെ ജോഷി പാട്ടൊക്കെ ശരിക്കും ആസ്വദിച്ചു. പക്ഷേ എന്നോട് ചോദിക്കണേ ഏത് പാട്ടൊക്കെയാ പാടണെന്ന്. അല്ല, ആസ്വാദനത്തിന്റെ ഹൈലൈറ്റ് ഒരു കഥയുണ്ട്. ഇത് രാജേഷ് ആയണ്ടല്ലേ, സാക്ഷാൽ ദാസേട്ടൻ ബോംബെയിൽ ഒരു സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുമ്പം ആസ്വദിച്ച് സ്റ്റേജിന്റെ അടുത്ത് ചെന്ന് കയറി നിന്ന് ദാസേട്ടന് താളം പിടിച്ചു കൊടുത്ത ആളാണ് ഈ ഹരിശ്രീ മാർട്ടിൻ. മാട്ടിനോട് കളിക്കണ്ട. ഷൺമുഖാനന്ദ ഹാളില് ദാസേട്ടൻ സ്റ്റേജിന്റെ ബാക്കിൽ വന്ന് പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞ് ദാസേട്ടൻ പാടുമ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ നോക്കുമ്പോ കൂടിയിരുന്ന ആളെ കാണാനില്ല. നോക്കുമ്പോ സ്റ്റേജിൽ ദാസേട്ടന്റെ സൈഡിൽ നിന്ന് അപ്പൊ ചോദിച്ചു, ദാസേട്ടൻ ചോദിച്ചു അത് ആരാന്ന്, ഒരു താളം തെറ്റിയാളാന്ന് പറഞ്ഞു. എന്നിട്ട് ദാസേട്ടൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കാണിച്ചു. ഇത് ആരാന്ന് വെച്ചാൽ കൊണ്ടുപോകാൻ കാണിച്ചിട്ട് രണ്ട് സംഘാടകര് വന്നിട്ട് മാർട്ടിൻ ചേട്ടനെ പിടിച്ച് സ്റ്റേജിൽ നിന്ന് വരാൻ പറഞ്ഞു. ഉടനെ ഇങ്ങനെ കാണിച്ചിട്ട് വന്നില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ദാസേട്ടൻ പാടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്, എന്താണ് താൻ സ്റ്റേജിലോട്ട് കയറി വന്നത്? അങ്ങ് കാന്തമാണ്, ഞാൻ ഇരുമ്പെന്ന്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ആ ഒരു സന്നിധിയിലാണ് ഇത് വായിക്കണം. പറഞ്ഞ സത്യമായ കാര്യം തന്നെയാണ്. എതിരല്ല, അയ്യോ ഞാൻ ഉണ്ടാക്കി കഥ പറഞ്ഞതല്ല. അല്ല, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ മാർജിന്റെ കാര്യം തന്നെ പറയാം. കാരണം സംഗീതം അത് എനിക്ക് തോന്നുന്നത് മിമിക്രി കാസറ്റ് രംഗത്ത് ഏറ്റവും മനോഹരമായിട്ട് ഹൈ റേഞ്ചിൽ പാടിയിട്ടുള്ള ഒരാളാണ് മാർട്ടിൻ. കാരണം എന്താ പറയുക, ഇപ്പോഴും എൻ്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു അലറാടിക്കുന്ന ട്യൂണുണ്ട്, തളതളാച്ചി ചുക്കുമരിക്കണ ചൂലാപ്പ്, അത് പാടിയ ഒരു അസാധ്യമായിട്ടുള്ള പാടിയിട്ടുള്ള ഗായകനാണ്. ഞാൻ ആ പാട്ട് ഞാൻ ഒന്നും കൂടി മാറ്റി ഞാനൊന്ന് കൊടുക്കാം. ഞാൻ അത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാസറ്റിലുള്ള സാധനമാണ് അത്. അതിപ്പോ ഒരു കോളർ ട്യൂണായിട്ട് വന്നിട്ടുണ്ട്. അലറാമിന്റെ റീൽസിലൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഒന്ന് പാടിക്കാം. അത് പാടാം. അത്തലപുത്രതവളാച്ചി ചുക്കുമരിക്കണ ചൂടാപ്പി മറിയം വന്ന് വിളക്കൂതി. അത്തലപുത്തലതവളാച്ചി ചുക്കുമരിക്കണ ചൂടാപ്പി മറിയം വന്ന് വിളക്കൂതി. താങ്ക് യു. എന്നും രാവിലെ 5 മണിക്ക് എന്നെ വിളിച്ചുണർത്തുന്ന ഒരു ശബ്ദമാണത്. എന്റെ കല്യാണ കാസറ്റിലുണ്ടല്ലോ, ഇത്തിരി നാണം പെണ്ണിൻ കവിളിൽ നിന്നുള്ള പാട്ട് പാടാൻ കയറി മാർട്ടിൻ ചേട്ടൻ എന്റെ കല്യാണ റിസപ്ഷന്. അപ്പൊ തബലിസ്റ്റ് അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഇത്തിരി നാണം പെണ്ണിൻ കവിളിനൊക്കെ പാടിയിട്ട് ആശംസ പുഷ്പങ്ങൾ നിങ്ങൾക്കായി, ഇങ്ങനെയുള്ള പാട്ട്. അതില് ആശംസ പറഞ്ഞപ്പോ തബലിസ്റ്റ് എന്തോ ടിക് 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 അടിച്ച് എല്ലാം കൈകൊണ്ട് കാണിച്ച് നിർത്തി. തബലിസ്റ്റിന്റെ അടുത്ത് എന്ന് കുന്തക്കാലയിൽ ഇരുന്നു. പിന്നെ പാട്ട് നടന്നിട്ടില്ല. 1/2 മണിക്കൂർ ഈ ആശംസയുടെ ക്ലാസ് തബലിസ്റ്റുമായിട്ട് നടക്കുകയാണ്. ആശംസ. കാരണം അത് സംഗീതം അരച്ച് കലക്കിയതുകൊണ്ടാണ്. അത് സമ്മതിക്കില്ല. അത് മാറ്റിച്ചേട്ടാ ഒരിക്കലും സമ്മതിക്കില്ല. അതെ, ഞാൻ ഈ ചാണാപ്പുള്ളി തമാശയാക്കാൻ നിൽക്കല്ല. ഇവര് മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നവരോ പറഞ്ഞോളും. ഞാൻ ഇപ്പൊ ഇരിക്കുന്നത് രാജേഷിന്റെ ഒരു പാട്ട് കേൾക്കാനാണ്. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞ രാജേഷ് വായിച്ചു തരുമോ? തീർച്ചയായിട്ടും. ഈ കമൽ സാറിന്റെ ഒരു പാട്ട് ഉണ്ടല്ലോ, കാക്കോത്തി കാവിലെ അപ്പൂപ്പൻ താടികള്, കണ്ണാന്തുമ്പി. അത് തന്നെ. തീർച്ചയായിട്ടും നമുക്ക് വായിക്കാം. തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. കേൾക്കാം.
ശരിക്കും രാജേഷേട്ടൻ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരത്തെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഈ ബിനീഷേട്ടനെ ഒന്നും കൊണ്ടുവന്ന് ഈ പെർക്കഷനൊന്നും വേണ്ടായിരുന്നു. സാക്കിർ ഹുസൈൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ പൈസ തബല വായിച്ച് ഉണ്ടാക്കിയ ആള് നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ജോർജ് ചേട്ടൻ. രാജേഷ് ഭായി, എനിക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പം മുതലേ കേട്ട് കേട്ട് അപ്പൊ ഭയങ്കര ബാലനിലെ പാട്ട് കൊല്ലം കുറെ കാണൂല. അതെ. 10 വയസ്സ് മുമ്പാണല്ലോ. അത് പറ. മറക്കാൻ പറ്റാത്തൊരു ഗാനമുണ്ട്, തേനും വയമ്പും എന്നുള്ള ഒരു ഗാനം. അല്ല, അതെന്താ ജോർജ് ചേട്ടാ ഈ തേനും വയമ്പ് ഇത്ര മനസ്സിൽ മറക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? കാരണം തേനും വയമ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നും അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പം പോലെ കഴിക്കണം തേനും വയമ്പും. അയ്യോ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. പക്ഷെ ആ പാട്ടും ഇപ്പോഴും ഞാൻ ആസ്വദിക്കുന്നു. ജോർജ് എപ്പോഴാണ് ഈ കഞ്ഞിയും പയറിന് തേനും പയം പോയത്? അപ്പൊ ജോർജ് കഴിച്ചിട്ടിരിക്കുന്നത് കഞ്ഞിയും പയറുവാ. ആ ഗാനം ഒന്ന് പാടുവോ? Yes. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. ജോറേട്ടാ എങ്ങനെയുണ്ട് കഞ്ഞിയും പയറും? അല്ല തേനും പയറും നന്നായിരുന്നില്ലേ? അതിമനോഹരമായി. ശരിക്കും പറഞ്ഞാൽ ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോയി ഞാൻ. ഒരു മിനിറ്റ്, സോറി. ചെറുപ്പം തേൻ ഓണപ്പൂവ് എന്നുള്ളൊരു ഗാനം പാടാൻ പറ്റുമോ? ഓക്കെ. കാരണം ഓണക്കാലമല്ലേ, ഇപ്പൊ ഓണമല്ലേ. ഈ ഓണപ്പൂവ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് ഈ ഓണപ്പൂവ്? അങ്ങനെ ഒരു ഗാനമുണ്ട്. അല്ല, ഗാനല്ല, ഓണപ്പൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണപ്പൂ എന്ന് പറഞ്ഞാൽ ഓണമാസത്തിൽ ഉണ്ടാവുന്ന പൂവ്. അതല്ല ഓണപ്പൂ. അങ്ങനെയല്ല. ഓണപ്പൂ ഏതാ? ഓണത്തിനിടുന്ന ഏത് പൂവും, പൂക്കളത്തിൽ ഉപയോഗിച്ച ഏത് പൂവും ഓണപ്പൂ. പക്ഷെ അതിലൊരു പ്രത്യേകതയുള്ളൊരു പൂവുണ്ട്. തുമ്പപ്പൂ. തുമ്പപ്പൂ ആ പൂ മാത്രം ഇതിലില്ല. അതിൽ കിടക്കുന്ന വെള്ളപ്പൂ. എന്താ അങ്ങനെ ഇല്ല കേട്ടോ. ഓണപ്പൂവെന്ന് പറഞ്ഞ് ഞാൻ അതാണ് അങ്ങനെ കേട്ടിട്ടില്ല. ഇത് വെച്ചിട്ട് കരപ്പന വെച്ച് കഴിഞ്ഞതിന് ശേഷം പക്ഷേ പൂവുകള് അതെ അതെ. പക്ഷെ ഈ ഫ്ലാറ്റിലുള്ളവർക്കൊന്നും ചിലപ്പോൾ അത് കാണാൻ പോലും കട്ടിന്ന് വരില്ല. അത് പറഞ്ഞു ജോഷി, ഈ അന്നത്തെ പൂക്കളം എന്നൊക്കെ പറയുന്നത് വീടിന്റെ മുറ്റത്ത് ഒറിജിനൽ പൂക്കളം കൊണ്ടായിട്ടിരുന്നത്. അതിന് മാറ്റം വന്നു. പേരിന് മാത്രമായിട്ടാണ് ഇപ്പൊ പൂക്കളം വിതരണത്, ഇല്ലേ? അപ്പൊ ഈ ഉത്രാടത്തിന്റെ അന്ന് ഉത്രാട പുലരി അല്ലെങ്കിൽ തിരുവോണം, ഉത്രാടമില്ലാതെ തിരുവോണമില്ല. അപ്പൊ എവിടെ ചെന്നാലും ഓണത്തിന് നമ്മൾ ഓണാഘോഷ പരിപാടിക്ക് എന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ കേൾക്കണ ഒരു ദേശീയ ഗാനമാണ് ഉത്രാട പൂനിലാവേവ. ആ പാവം പ്രസാദിന്റെ ആഗ്രഹം ഒന്ന് നടത്തി കൊടുക്കും. അതെ, ഇവിടെ ഓണാഘോഷം നടക്കണമെങ്കിലും ഇവിടെ കൂടുതലായിട്ട് വന്നേക്കണത് മുസ്ലിം സഹോദരിമാരാണ്. അപ്പൊ ഈ പൂക്കളത്തില് മുസ്ലിങ്ങളുടെ ഒരു സംഭാവന ഉണ്ട്. അതിനാണ് കാക്കപ്പൂ എന്ന് പറയണത്. മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അതുകൂടെ കാക്കപ്പൂവിനെ പറ്റി ഒരു പാട്ടും കൂടെ അല്ല സലീമേ, അതിനകത്ത് കാക്കപ്പൂ അല്ല എന്തുണ്ടെങ്കിലും ഓണത്തെ ദേശീയോത്സവമായിട്ടാണ് എല്ലാരും കാണുന്നത്. ജാതിയുടെയും മതത്തിനും മനുഷ്യനും അപ്പുറത്ത് എല്ലാവരും ഒന്നിക്കുന്ന ഒരുമയോടെ കാണുന്ന ഒരേ ഒരു ആഘോഷം. രാജേഷ് മനുഷ്യ മതങ്ങളെ സൃഷ്ടിച്ചു വായിക്കട്ടെ. മതങ്ങളെ സൃഷ്ടിച്ചു വായിക്കുകയും അപ്പോഴും പ്രസാദേന്റെ ഓണപ്പൂ പോയിട്ടു. അപ്പോഴും പ്രസാദേന്റെ ഓണപ്പൂ ഏത് വേണിപ്പ? അല്ലെങ്കിൽ എല്ലാവരും ഓണത്തിന്റെ സന്ദേശം തന്നെ ഒരു ജാതി മതം എന്നാണ്. അപ്പൊ ഒരു ജാതി ഒരു മതം അതായാലോ അതായാലോ ഇല്ല, സമ്മതിക്കല്ല. പ്രസാദം സമ്മതിക്കില്ലെന്ന് തോന്നും.
അത് ആ പാട്ട് നല്ലതാ. ഒരു ജാതി ഒരു മതം ഈ കാലഘട്ടത്തിൽ പാടേണ്ട പാട്ട്. അല്ലെങ്കിൽ അത് വേണ്ട, മനുഷ്യനാണല്ലോ മതങ്ങൾ സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഒരു കാര്യം ചെയ്യാം, പുള്ളിയുടെ കയ്യിൽ ലാത്തി പോലൊരു 10-35 ഓടക്കൂടൽ ഇരിപ്പുണ്ട്. അതെടുത്ത് എല്ലാവരുടെയും തലക്കിട്ട് അടിക്കുന്നതിന് മുമ്പ് ഉത്രാടവും ഓണപ്പൂയും വായിച്ച് നമ്മൾ അവസാനിപ്പിക്കും. എന്തായാലും ആദ്യം വേദനിപ്പിക്കാതെ 3 പാട്ടും രാജേഷ് ഭായി പാടി. അടിപൊളിയായിരുന്നു, സൂപ്പർ. താങ്ക് യു. അപ്പൊ ഇഷ്ടം ഒരുപാട് പാട്ടുകൾ ഇപ്പൊ രാജേഷ് ഭായി നമുക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അതിഗംഭീരമായി. അവിടുന്ന് ഞങ്ങൾ തകർക്കായിരുന്നു എല്ലാവരും. ഇപ്പൊ നമ്മളിങ്ങനെയൊക്കെ ഒരു ഇതായി കഴിഞ്ഞു. ഇനി നമ്മുടെ പിള്ളേര് ഈ വേദി ശരിക്ക് നമ്മുടെ ആരുടെയും വേദിയല്ല. നമ്മുടെ ഈ ഫണ്ട്സ് അപ്പോൺ എ ടൈമിന്റെ വേദി എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന നമ്മുടെ മത്സരാർത്ഥികളുടെ വേദിയാണ് അല്ലേ? നമ്മൾ അതിഥികളായിട്ട് വരുന്നവരാണ്. അപ്പൊ അവരുടെ എന്തെങ്കിലും ചോയ്സും കൂടി നമ്മൾ നോക്കണം. നോക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്? നിങ്ങൾക്ക് മാമന്റെ പാരഡി അല്ലാതെ എന്തെങ്കിലും നല്ലത് കേൾക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. ഇന്ന് അത് ഉപയോഗിക്കുക. ചേട്ടാ, നമുക്ക് മന്ദാര ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് വളോ. തീർച്ചയായും.
രാജേഷേട്ടാ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് നമുക്ക് വേണ്ടി ഇത്രയും മനോഹരമായിട്ട് ഞങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ നമുക്ക് വേണ്ടി വായിച്ചു തന്നു. താങ്ക് യു സോ മച്ച്. രാജേഷേ വളരെ ഗംഭീരമായിരുന്നു. ഈ ഓണ നാളുകളിൽ ഇങ്ങനെ ഒരു വിരുന്ന് തന്നതിന് വലിയ നന്ദി. ഒത്തിരി ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ബിനീഷിനെ കാണുന്നത്. അതേപോലെ സൈമൺ എൻ്റെ കൂടെ പഠിക്കുന്ന സ്കൂളിൽ, സ്കൂളിൽ. അതെ, അപ്പോ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ഓണക്കാലത്ത് തന്നെ അവരെ കണ്ടുവിടാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഒരു മ്യൂസിക്കൽ എപ്പിസോഡ് തന്നതിൽ ഒത്തിരി സന്തോഷം. പക്ഷെ എനിക്കൊരു ആഗ്രഹം, എന്താ പറയാ, എത്ര മഹാന്മാരെ കലാകാരന്മാരോട്ടിരിക്കുന്നത്. അപ്പൊ ഇതിൽ എല്ലാവരുടെയും കഴിവുകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ മാമന്റെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് കിട്ടി. അതെ, മാമന്റെ പാരഡി ആക്കണം കിസോന്റെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. രാജേഷ് മോന്റെ പാട്ട് എന്നും കേൾക്കുന്ന ആളാണ് ഞാൻ. ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ ഇവിടെ വന്നതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഈ ഓണനാളിൽ അടിച്ച് പൊളിച്ച് തന്നതിന് ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്കിഷ്ടം, നേരത്തെ ശരത് സാറിന്റെ ഒരു പാട്ട് പാടിയായിരുന്നു അല്ലേ? അതെ. അപ്പൊ ശരത് സാറിന്റെ തന്നെ ഒരു പാട്ട് ഞാനിവിടെ പാരഡി ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അനുവല്ലി പാടും, അതിന്റെ ബാക്കി രാജേഷ് വായിക്കണം. ഇതൊരു ദേവസഭാതലമാണ് ശരിക്കും. ഞാൻ മരിച്ചു വീഴുവോ ലാസ്റ്റ്? ഇല്ല, ഞാൻ പോണ്ടി വരും മിക്കവാറും. കോളറിൽ കറ കണ്ടു ഞാൻ കറി വീണതാവാൻ സാധ്യത. കേശവാനിൻ മീശയിൽ ചെറുപയറു കറിയുടെ സാമ്പിളോ. ചോറു തിന്നാ കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ? കഴുകിടാനായി മോഹം, പക്ഷെ കയ്യിൽ വേസ്തതു ഇല്ല ഹേ. ഇനിയുമീ കടകളിൽ കയറാനായി മോഹം. ഞാൻ ട്രൂപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഫീമെയിൽ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സുരേഷ് വെള്ളാങ്കല്ലൂരിൻ്റെ തൃശ്ശൂർ കലാകേരള എന്ന് പറഞ്ഞ ട്രൂപ്പിൽ. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് പറഞ്ഞു തോന്നി. അന്ന് ഞാൻ ട്രൂപ്പിൽ പാടിയൊരു പാട്ടുണ്ട്. അടുത്തതായിട്ട് പ്രാർത്ഥനാ ഗീതമാണ്. പ്രാർത്ഥനാ ഗീതം ആലപിക്കുന്നതിനായിട്ട് മങ്കമ്മ മണിയമ്മയെ ക്ഷണിക്കുന്നു. ഉടനെ തന്നെ ഞങ്ങൾ ഓടി വരും, പറഞ്ഞ് ഓടി വന്നിട്ട് നിൽക്കും. നീ പാട്, നീ പാടേ, നീ പാട്, നീ പാട്. പ്രാർത്ഥനയ്ക്ക് ശേഷം ശാപ്പാട്. വീട്ടിൽ കയറി വന്നിട്ട് ഇത്രയും നേരം പ്രാർത്ഥനാ ഗീതം മലമ്പാക്കിയത് മങ്കമ്മ മണിയമ്മ. എന്താണ് ഇങ്ങനെ ഇരുന്നാ മതിയോ? ഇങ്ങനെ ഇരുന്നാ പറ്റൂല. അപ്പൊ എന്തായാലും നമ്മള് കൊണ്ടുവന്ന ടീം ഗംഭീരമായില്ലേ? പിന്നല്ലേ. അപ്പൊ നമ്മുടെ കാസറ്റ് എന്തായാലും വൻ വിജയമായിരിക്കും. വേലിക്കേറിക്കണ വള്ളോൺ ചുള്ളടിക്കേണ്, വേലിപ്പുറം ചുറ്റണ വള്ളോൺ ചുള്ളടിക്കേണ്. വേലിക്കേറിക്കണ വള്ളോൺ ചുള്ളടിക്കേണ്, വേലിപ്പുറം ചുറ്റണ വള്ളോൺ ചുള്ളടിക്കേണ്. പണ്ടുണ്ട് പല നാളായി ഞാൻ ആശിച്ച കാര്യം, ഇന്നൊന്ന് സാധിച്ചു താറുടെ കൊച്ചം വിറാട്ടി. പണ്ടുണ്ട് പല നാളായി ഞാൻ ആശിച്ച കാര്യം, ഇന്നൊന്ന് സാധിച്ചു താറുടെ കൊച്ചം വിറാട്ടി. എന്താണോ ഏതാണോ നീ ആശിച്ച കാര്യം, എന്നോട് ചൊല്ലെന്നോട് നീ ആശിച്ച കാര്യം. എന്താണോ ഏതാണോ നീ ആശിച്ച കാര്യം, എന്നോട് ചൊല്ലെന്നോട് നീ ആശിച്ച കാര്യം. കുലവെട്ടിയ പിണ്ടികളുണ്ടൊടി കൊച്ചം വിറാട്ടി, കുലവെട്ടിയ പിണ്ടികളുണ്ടൊടി കൊച്ചം വിറാട്ടി. കുലവെട്ടിയ പിണ്ടിയല്ല ഞാനെ കാട്ടിക്കളഞ്ഞേ, കുലവെട്ടിയ പിണ്ടിയല്ല ഞാനെ തൊണ്ടിക്കളഞ്ഞേ. കന്നിയിലെ കച്ചി തരുമൊടി കൊച്ചം വിറാട്ടി, കന്നിയിലെ കച്ചി തരുമൊടി കൊച്ചം വിറാട്ടി. കന്നിയിലെ കച്ചികളല്ല
കച്ചികളെല്ലാമേ കന്നാലി തിന്നേ കന്നിയിലെ കച്ചികളെല്ലാമേ കന്നാലി തിന്നേ തകതിത്താ തിന്താരോ തകതിന്തിനാരോ തകതിത്താ തിന്താരോ തകതിന്തയിത്താരോ തകതിത്താ തിന്താരോ തകതിന്തിനാരോ തകതിത്താ തിന്താരോ തകതിന്തയിത്താരോ കളയുടെ തുള്ളാട്ടം കാണുവാൻ പോംവഴിയുണ്ടോ കളയുടെ തുള്ളിക്കളി കാണാൻ മാർഗം അതുണ്ടോ കളയുടെ തുള്ളാട്ടം കാണുവാൻ പോംവഴിയുണ്ടോ കളയുടെ തുള്ളിക്കളി കാണാൻ മാർഗം അതുണ്ടോ താളത്തിൽ താളത്തിൽ മേളമടിക്കേ താളത്തിൽ താളത്തിൽ മേളമടിക്കേ മേളത്തിൽ താളത്തിൽ ചോട് തട്ടെന്ന് ഇവിടെ വന്നൊന്നു മേതാളം കൊള്ളന്റെ പാലിപ്പങ്കാളെ ഇവിടെ വന്നൊന്നു തുള്ളാട്ടം തുള്ളന്റെ പാലിപ്പങ്കാളെ 3 കോണൊന്നു കെട്ടിച്ച വിട്ടന്റെ പാലിപ്പങ്കാളെ 4 കോണൊന്നു ചുറ്റി മറിതിരി പാലിപ്പങ്കാളെ കുത്തല്ല വിട്ടല്ലേ എന്റെ പാലിപ്പങ്കാളെ വെട്ടല്ലേ തൊഴിക്കല്ലേ എന്റെ പാലിപ്പങ്കാളെ കുത്തല്ല വിട്ടല്ലേ എന്റെ പാലിപ്പങ്കാളെ വെട്ടല്ലേ തൊഴിക്കല്ലേ എന്റെ പാലിപ്പങ്കാളെ